എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് നാലമ്പല യാത്ര പോകുന്നുണ്ട്. വെളുപ്പിന് ഒരു 3:30 ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകാനാണ് ഞാൻ ഈ റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പം മീനാക്ഷിയും ചേട്ടനും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 10-24 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് അമ്പലത്തിൽ തൊഴാൻ പോകുന്നത്. അപ്പം നമ്മൾ മുമ്പുള്ള വർഷങ്ങളിലും ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ കാണുന്ന വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതിന് മുമ്പ് ഞങ്ങൾ നാലമ്പല യാത്ര, തിരുവൈരാണിക്കുളം ഇങ്ങനെ ആളുകൾ ചേർന്ന് പോകാറുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഉള്ള ആളുകളെ കയറ്റിയതിന് ശേഷം പട്ടാഴി ദേവി ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു 10-12 പേര് കയറാനുണ്ടായിരുന്നു. അവരെയും കൂടെ വിളിച്ചു. അമ്പലത്തിൽ തൊഴുതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പം വണ്ടി കയറിയപ്പോഴേ ഞാനങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിക്കുള്ള യാത്രയൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് പ്രത്യേകിച്ച് കൗതുകം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏക്കർ കണക്കിന് സ്ഥലത്ത് റംബൂട്ടാൻ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റംബൂട്ടാനൊക്കെ പഴുത്ത് വിളഞ്ഞ് വലയൊക്കെ ഇട്ട് നിർത്തിയേക്കുന്നു. അപ്പോൾ ഒരുപാട് മരങ്ങളിങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കഴിക്കാൻ കയറി. 10-24 പേര് ഒരുമിച്ച് ചെന്നതുകൊണ്ട് അത്രയും പേര് ഫുഡ് കഴിച്ചിറങ്ങാനൊരു ചെറിയ താമസം വന്നു എന്നുള്ളതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് മസാല ദോശയും കോഫിയായിരുന്നു. നല്ല മസാല ദോശയായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വണ്ടി കയറി. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവരെല്ലാം ഫ്രണ്ടിലായിരുന്നു. അവരൊക്കെ ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം നല്ല ആൾക്കാരായിരുന്നു. അവർ കൃത്യം പറയുന്ന സമയത്ത് തന്നെ തൊഴാനിറങ്ങാനും അതുപോലെ തിരിച്ച് കയറാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അതിലൊരു പ്രത്യേക സന്തോഷം. നമ്മളിങ്ങനെ തിരുവൈരാണിക്കുളം നാലമ്പല യാത്രയ്ക്ക് ഇതിനു മുമ്പും പോകുന്നതാണ്. ദർശനക്രമം അനുസരിച്ച് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ആദ്യം പോയത്. അപ്പം ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തപ്പോഴേ ആദ്യമേ നമ്മൾ വിചാരിച്ചിരുന്നു അവധി ദിവസങ്ങളിൽ പോകണ്ട എന്നുള്ളൊരു കാര്യം. അപ്പം അവധി ദിവസങ്ങളിൽ പോയ തിരക്ക് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ തിരക്കാവുമ്പം വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് നമ്മളല്ലാത്തൊരു ദിവസമാണ് യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. ആദ്യം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതു. അപ്പം ഞാൻ അമ്പലത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നടവാതിൽ വരെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നേ. സാധനം വാങ്ങിക്കാനൊന്നും അന്നേരം പോയില്ലായിരുന്നു. അവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പിന്നെ നമ്മൾ ചെന്നത് ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ്. കൂടപ്പൂലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. അപ്പോൾ അവിടെ ഒരുപാട് പടികൾ കയറേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വർഷമായിട്ട് ഇങ്ങനെ പടികളൊന്നും കയറുന്നില്ലായിരുന്നു. അപ്പം ഒത്തിരി ബുദ്ധിമുട്ടുമെന്ന് വിചാരിച്ചു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കയറി തൊഴാൻ പറ്റി. അപ്പോൾ അവിടെ വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ തൊഴുതു. അവിടെ ഒരുപാട് അമ്പലത്തിൽ തൊഴാനുണ്ട് അവിടെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് പോയത് ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ്, അമനക്കര. അപ്പോൾ അവിടെയും തൊഴുതു. ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൻ്റെ അകത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് വിഷമിക്കാതെ തന്നെ തൊഴാൻ പറ്റി എന്നുള്ളതാണ്. 4 അമ്പലത്തിലും നമുക്കങ്ങനെ തൊഴാൻ പറ്റി. പിന്നെ നമ്മളിതാ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ ഒരുപാട് ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ മീനൂട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് പൊരിയൊക്കെ വാങ്ങിച്ച് മീനൂട്ട് നടത്തിയായിരുന്നേ. അപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി മീനുണ്ട്. ഞാൻ ഇതുപോലെ പിന്നെ കണ്ടിട്ടുള്ളത് കുളത്തൂപ്പുഴയിലാണ്. കുളത്തൂപ്പുഴ ഇതുപോലെ മീനൂട്ട് കണ്ടിട്ടുണ്ട്. അപ്പം മീനൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നമ്മളൊരിച്ചിരി സമയം ഒന്ന് ലേറ്റായത് ഈ മീനൂട്ട് നടത്തുന്നിടത്താണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പം പിന്നെ അന്നദാനം ഉണ്ടായിരുന്നേ. പൊടിയരിക്കഞ്ഞി, അച്ചാർ, വൻപയർ ഇത്രയൊക്കെ കൂട്ടിയായിരുന്നു കഞ്ഞി സദ്യ. അപ്പം നമ്മൾ കഞ്ഞി കുടിച്ചു. കഴിഞ്ഞ വർഷവും ഭഗവാന്റെ കഞ്ഞി കുടിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കഞ്ഞിയൊക്കെ കുടിച്ചു. നമ്മുടെ കൂടെയുള്ള എല്ലാവരും വന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോയ. അടുത്തതായിട്ട് നമ്മൾ പോയത് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം മേതിരിയിലാണ് പോയത്. ഇനി ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ശ്രീരാമസ്വാമി ദർശനം ചെയ്താലേ നമുക്ക് നാലമ്പല ദർശനം പൂർത്തിയാവത്തുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ തൊഴുതു. പിന്നെ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കണ്ട അച്ചാർ, മാങ്ങ, പിന്നെ ഒരുപാട് മുട്ടായൊക്കെ കച്ചവടം ചെയ്യുന്നൊരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് അച്ചാർ വാങ്ങിച്ചായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ചെത്തിയ മാങ്ങ എന്ന് പറഞ്ഞൊരു അച്ചാർ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്നും തൊഴുതിട്ട് ഇറങ്ങിയപ്പം സൈഡിൽ കാണുന്ന തോട്ടിൽ മീനാക്ഷിയും കിച്ചും ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മീനാക്ഷി നേരത്തെ പറഞ്ഞായിരുന്നു ആ തോട്ടിലൊന്ന് ഇറങ്ങണമെന്നേ. അപ്പം നമ്മൾ ശത്രുഘ്നസ്വാമിയും തൊഴുതിയതിന് ശേഷം തിരിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ചെന്നായിരുന്നു. നമ്മൾ ആദ്യം
അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്താണ് ചെന്നത്. നമ്മളിപ്പോൾ ചെന്നത് അമ്പലത്തിൻ്റെ സൈഡിലുള്ള റോഡിലാണ് ചെന്നത്. അപ്പോൾ അവിടെ നിന്ന് ചെന്നു ഭഗവാനെ കണ്ടു തൊഴുതു. ഭാഗ്യത്തിന് തിരക്കില്ലായിരുന്നു. കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ദർശനത്തിന് പോയപ്പം തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം തിരക്കില്ലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തൊഴുതു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ആൾക്കാർ കച്ചവടക്കാരുടെ ഒക്കെ അടുത്ത് പോയി സാധനമൊക്കെ വാങ്ങിച്ചു, ഐസ്ക്രീം കഴിച്ചു. അങ്ങനെയൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരം കറങ്ങി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാനൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയായിരുന്നു. മീനാക്ഷിക്ക് കിച്ചുവിനും അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അവർ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഹാപ്പിയായി. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഊണാന്നേ പറഞ്ഞത്. ഊണിൻ്റെ കൂടെ സാമ്പാർ, തോരൻ, അവിയൽ, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പപ്പടം, അച്ചാർ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ 2-3-4 വർഷത്തിന് മുമ്പ് എറണാകുളത്താണ് നാലമ്പല ദർശനത്തിന് പോയത്. അപ്പോൾ അവിടെ പോയിട്ട് വരുമ്പോൾ താമസിക്കും. ഇപ്പം അടുത്ത 2-3 വർഷമായിട്ട് നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെയാണ് പോകാറുള്ളത്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ അടൂർ സ്റ്റോൺ പാർക്കിൽ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4-4:30 ആയിരുന്നു. അപ്പം നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുള്ളവർ അടൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു നേരെ ഇങ്ങ് പട്ടാഴി പോയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നാലമ്പല ദർശനത്തിൻ്റെ വിശേഷങ്ങൾ. എനിക്കിങ്ങനെയുള്ള വീഡിയോസൊന്നും എടുക്കാൻ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. വളരെ ആഗ്രഹിച്ചാണ് ഇങ്ങനൊരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആറാട്ടുപുഴ വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ പിന്നെ കാണാവേ.